വിളിക്കുന്നതും എല്ലാം സൃഷ്ടിച്ച ദൈവത്തെയാണ്. ക്രിസ്ത്യൻസ് വിളിക്കുന്നത് കർത്താവെ എന്ന് വിളിക്കുന്നതും ദൈവത്തെയാണ്. പിന്നെ ഹിന്ദുസ് ശിവ ഓം നമ എന്നെല്ലാം വിളിക്കുന്നതും ദൈവത്തെയാണ്. ഇപ്പോൾ ഹിന്ദുസിൽ നമ്മൾ അമ്പലത്തിൽ ചെന്നാൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന കേൾക്കാം. ഓം ബ്രഹ്മപുത്രായ നമ, ഓം കന്നിശുദ്ധായ നമ, ഓം പഞ്ചകായായ നമ, ഓം വൃക്ഷശൂല അരന്തയായ നമ, ഓം നമശിവായ നമ, ഓം മൃദുഞ്ജയായ നമ. എന്താണ് ഇതിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? ഓം ബ്രഹ്മപുത്രായ നമ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പുത്രനായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ കന്നിശുദ്ധായ നമ എന്ന് വെച്ചാൽ കന്യകയുടെ വയറ്റിൽ ജനിച്ചവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓം പഞ്ചകായായ നമ എന്ന് വെച്ചാൽ തന്റെ ശരീരത്തിൽ 5 മുറിവുള്ളവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ വൃക്ഷശൂല അരുന്തായ നമ, മരത്തില് തൂങ്ങി മരിച്ചവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓം മൃദഞ്ജയായ നമ, മരിച്ചവരിൽ നിന്ന് ഉയർത്തവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓം നമശിവായ നമ, ശിവം എന്ന് വെച്ചാൽ സ്നേഹമാണ്. അപ്പൊ ശിവനെ ഓം നമശിവായ നമ, സ്നേഹവാനായ പിതാവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓം സദാശിവായ നമ എന്ന് വെച്ചാൽ എപ്പോഴും സ്നേഹമുള്ളവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ബ്രഹ്മപുത്രായ നമ എന്നുള്ള കാര്യങ്ങളൊക്കെ സാമവേദത്തിൽ നിന്ന് 2ാമത്തെ ചാപ്റ്റർ മഹാതാണ്ഡവത്തിൽ നിന്ന് കിട്ടിയതാണിത്. പിന്നെ ജീസസ് ഒരിക്കലും ക്രിസ്ത്യൻസിന് ദൈവമല്ല. ജീസസ് വന്നു ഈ ലോകത്തിന് വേണ്ടി വന്നതാണ്. ഈ ലോകത്തിലെ ആൾക്കാർ, ലോകത്തിലുള്ളവർക്ക് വേണ്ടി വന്നതാണ്. അല്ലാണ്ട് ദൈവം എനിക്ക് തന്ന ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായി.